മൈദയോ മുട്ടയോ ഓവനോ ഒന്നും വേണ്ട. എണ്ണയിലോട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയും വേണ്ട. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടിയാൽ മതിയാകും. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ അതില്ലാത്തവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്കാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു നെയ്യും പഞ്ചസാരയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതൊരു യെല്ലോയിഷ് കളറായിട്ടല്ലേ ഉള്ളത്. ഇതുപോലെ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒരു വൈറ്റിഷ് ആയിട്ട് വരും. ആ ഒരു നല്ലൊരു ഫ്ലഫി ആയിട്ടും കിട്ടും. ആ ഒരു സമയം വരെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് തന്നെ വേണമെന്നില്ല, സ്പൂണോ ഫോക്കോ ഉപയോഗിച്ചും നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും സഹായിക്കും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയിൽ നിന്നും 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. കൂടെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ആവശ്യമില്ല. ആ ഒരു നെയ്യിൻ്റെ ആ ഒരു പറ്റിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്കതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പാകത്തിന് മാത്രം ആയാൽ മതി. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടോ അങ്ങനെയൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള കൂട്ടൊന്ന് തട്ടിക്കളഞ്ഞെടുക്കാം. ഈ ഒരു രീതിക്ക് തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ഉരുളി എടുക്കുക. കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ട് അമർത്തി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ബാക്കിയുണ്ട്. അതിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തിയെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു വലിയ അലുമിനിയം പാത്രത്തിൽ കുറച്ച് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്ത് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ 25 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നോക്കൂ, കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മളിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അത് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വരിക. ഇപ്പോൾ തൊടുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ട് തോന്നും. അതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഞാനിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ആ ഒരു തേങ്ങയൊക്കെ കൂടെ വരുന്നത് കൊണ്ട് തന്നെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.